ഒരുപാട് സാധ്യതകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഏഷ്യയിൽ നിന്നൊരു പാപ്പയുണ്ടാകുമോ, ആഫ്രിക്കയിൽ നിന്നൊരു പാപ്പയുണ്ടാകുമോ, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന സാഹചര്യമാണോ? എനിക്കറിയില്ല ഇതിനെക്കുറിച്ചുള്ള അധികം വിവരങ്ങൾ ഈ വോട്ടെടുപ്പിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപക്ഷേ അതൊരു രസകരമായ കാര്യമായിരിക്കും. തീർച്ചയായും തന്നെ മനു, നിലവിലെ സൂചനകളൊക്കെ തന്നെ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കർദിനാൾ അന്റോണിയോ ടാഗിൾ എന്ന കർദിനാൾ അദ്ദേഹം ആയിരിക്കും നിലവിൽ പോപ്പായി വരിക എന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ തന്നെയും അതോടൊപ്പം തന്നെ അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഈ ഫ്രാൻസുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ആ നിലയിലാണ് കേന്ദ്രീകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകളോടൊക്കെ തന്നെ പലപ്പോഴായി യോജിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റ് ഈ അഭയാർത്ഥികളുമായുള്ള വിഷയത്തിലൊക്കെ തന്നെ വ്യത്യസ്തമായ നിലപാടുകളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും പലപ്പോഴും പല വിഷയങ്ങളിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി യോജിച്ച ഒരു നിലപാടുമായാണ് അദ്ദേഹം പോയത്.